നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കെമിക്കൽസ് ആണ്, അത് ബ്രെയിനകത്താണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ചത്താലും ഞാൻ മറക്കൂല എന്നൊക്കെ പറയും. അവൻ ചെയ്ത കാര്യമേ ഞാൻ പുറത്തു കൊടുക്കൂല എന്നൊക്കെ പറയും. ആർക്ക് പോയി മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഗ്രഡ്ജ് വരുമ്പോഴൊക്കെ കെമിക്കൽ വരും. ഓരോ പ്രാവശ്യം അവനെ കുറിച്ച് ഞാൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ മനസ്സിൽ പക ഇങ്ങനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഓരോ തുള്ളി കോർട്ടിസോൾ വന്ന് എൻ്റെ ലിവർ അടിച്ചു പോവുകയാണ്. അവൻ സുഖമായിട്ട് ബ്ലാങ്കറ്റിന്റെ അടിയിൽ കിടന്നുറങ്ങുക. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞാൽ നീ പുറത്തു കൊടുക്കുക. അല്ലാതെ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് അവന്റെ അർഹതയല്ല, എൻ്റെ അവകാശമാണ്. അവന് പൊരുത്തപ്പെട്ടു കൊടുക്കണം. അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ബ്യൂട്ടി. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നെ വേദനിപ്പിച്ചിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് പറയണം, നിങ്ങൾ വേദനിപ്പിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ശ്രമിച്ചു വേദനിപ്പിക്കാനൊക്കെ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ അയാൾ മാറുന്ന ഒരു മാറ്റം നമുക്ക് ആ നേരെ മുന്നിൽ നിന്ന് അറിയാൻ പറ്റും. ഇതാണ് പ്രവാചകന്റെ മാതൃകയാണ്. പ്രവാചകന് ഏറ്റവും പ്രയാസമുള്ള നിമിഷം ഉണ്ടായത് പ്രവാചകന്റെ കൊച്ചാപ്പായ ഫാദറിന്റെ അനിയനെ ഹംസ റളിയല്ലാഹു അൻഹയെ കഷ്ണമാക്കി വെട്ടി ഞുറുക്കിയ ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ വൈശ്യയുടെ അടുത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുന്നിൽ വരരുത്, എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അയാൾക്ക് പോലും പൊരുത്തം കൊടുത്തു. അത് കൊടുത്തത് അയാൾ അർഹനായതുകൊണ്ടല്ല, ദൈവത്തിന്റെ ഒരു കൽപ്പന വന്നു. ആ കൽപ്പന അദ്ദേഹം മനസ്സിലാക്കി. എന്തിനാ? എൻ്റെ ആരോഗ്യം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാൻ പൊരുത്തം കൊടുക്കണം. നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മുടെ കൺട്രോളിലാണ്. അത് മറ്റാർക്കും വേണ്ടി നമ്മൾ വിട്ടു കൊടുക്കരുത്.